Hi friends, welcome to another episode of Lakshmi's Cooking Stories. ഇന്ന് നമുക്കൊരു ഇറ്റാലിയൻ റെസിപ്പി ചെയ്താലോ? ക്രീമി ടാസ്കൻ ചിക്കൻ. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ഡിന്നറിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ മാരിനേഷനാണ്. ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നമുക്കതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഇറ്റാലിയൻ സീസണിംഗ് ആയ ഒറിഗാനോ അതൊരു 1 ടീസ്പൂൺ അതിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ നന്നായിട്ട് ഇതിൽ മുഴുവനായിട്ട് ഈ ചിക്കൻ പീസിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഈ മാരിനേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. മാരിനേഷനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. എടുത്തതിന് ശേഷം അത് ചൂടാവാനായി വയ്ക്കുക. വച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇത്രയും ചേർക്കുക. ബട്ടർ ബേണായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് ബട്ടർ മെൽറ്റ് ആവുന്നവരെ ഒന്ന് നോക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പീസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഫ്ലെയിം മീഡിയത്തിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഇനി ഇത് 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആ സൈഡ് കുക്കായി ഒന്ന് നോക്കാം. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്, ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഈ ചിക്കൻ കൂടെ അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കും. ഫ്ലെയിം കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ ചിക്കൻ കുക്കാവത്തുമില്ല, ചിക്കൻ അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സ്ലോ ഫയറിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതേ ഫ്രൈയിങ് പാനിൽ തന്നെ ടസ്കിൻ സോസ് കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ ഇതിലുണ്ട്. അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി. നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് നുറുക്കിയത്. വൈറ്റ് ഒണിയനാണ് നല്ലത്. എനിക്ക് വൈറ്റ് ഒണിയൻ കിട്ടിയിട്ടില്ല. അത് കാരണം നോർമൽ ഒണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം.
ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ഗാർലിക് ചേർത്ത് കൊടുക്കാം. അതൊന്നൊരു കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറി ടൊമാറ്റോസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 100 ഗ്രാം ചെറി ടൊമാറ്റോസ് മതിയാവും. നമുക്ക് ചെറി ടൊമാറ്റോ ഒക്കെ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ലുലുവിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് മേടിക്കാം. ഇറ്റാലിയൻ പ്രിപ്പറേഷനുള്ള സോസും വെജിറ്റബിൾസും എല്ലാം നമുക്ക് ഹൈപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കെല്ലാം കിട്ടുമല്ലോ ഇവിടെ. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം അത് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. വെജിറ്റബിൾ സ്റ്റോക്കോ ചിക്കൻ സ്റ്റോക്കോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. അതില്ലെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉപ്പിൻ്റെ കണ്ടൻറ്റ്. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് നിറച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ കപ്പിൽ, ഈ ഒരു കുഞ്ഞു കപ്പിൽ 1 കപ്പ്. ഇനി അതിലേക്ക് 1 കപ്പ് സ്പിനച്ച് കൂടെ ചേർക്കാം. നമ്മുടെ പാലക്കില്ലേ അതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലേക്ക് ഈ ടസ്കിൻ സോസ് ചിക്കനിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ട് കിട്ടണം. അതുവരെ ഇതൊന്ന് കുക്കാവട്ടെ ഒരു 5 മിനിറ്റ്. ക്രീമൊക്കെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പാർമെസൻ ചീസാണ്. അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഒരു 100 ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വല്ലപ്പോഴും ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനായി ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുക്കായി. നമുക്ക് അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീമി ടസ്കിൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ തന്നെ നമുക്ക് വിളമ്പാം. അല്ല വേറെ ബൗളിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളമ്പാം. ഇത് ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇങ്ങനെ തന്നെയും കഴിക്കാം. റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ.
ഞാനിന്ന് തയ്യാറാക്കിയ ക്രീമി ടസ്കൻ ചിക്കൻ്റെ റെസിപ്പി കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ കുസൈനാണ്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും ഒരു ഡിഫറൻസ് ആരാ ആഗ്രഹിക്കാത്തതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഈ പ്രിപ്പറേഷനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പീസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.